ആലുവ മൂന്നാർ രാജപാത തുറക്കാനുള്ള സാധ്യത എന്നേക്കുമായി ഇല്ലാതാക്കാൻ നീക്കമെന്ന് ആരോപണം. രാജപാതയെക്കുറിച്ച് പഠിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ മാത്രം നിയോഗിച്ചത് സംശയാസ്പദം. PWD റവന്യൂ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട പഠനമാണ് വേണ്ടിയിരുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് MP. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഏകപക്ഷീയമാകും. സർക്കാരിന് ഗൂഢോദ്ദേശമാണുള്ളതെന്നും MP. ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. പള്ളികളിൽ കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകളിൽ വിശ്വാസികളുടെ നിറസാന്നിധ്യം. ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സ്മരണയിൽ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിച്ചു. വേനൽ മഴയ്ക്ക് പിന്നാലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരുന്നു. കൊതുക് ഉൽപാദന കേന്ദ്രങ്ങളായി റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്നതിന് കാരണമാകുമെന്ന് ആരോഗ്യ പ്രവർത്തകർ. ഉറവിട നശീകരണ പ്രവർത്തനം വ്യാപകമാക്കേണ്ടത് അനിവാര്യം. വാർത്തകൾ വിശദമായി. പഴയ ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെക്കുറിച്ച് പഠിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയത് വഴി രാജപാത തുറക്കാനുള്ള സാധ്യത എന്നേക്കുമായി ഇല്ലാതാകുമെന്ന സംശയം ബലപ്പെടുന്നു. അങ്ങനെയൊരു റോഡ് നിലവിലില്ലെന്ന വനം വകുപ്പിന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഏകപക്ഷീയമായ റിപ്പോർട്ട് ഉദ്യോഗസ്ഥൻ നൽകാനാണ് സാധ്യത. വനം വകുപ്പ് ഉദ്യോഗസ്ഥനൊപ്പം PWD റവന്യൂ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തേണ്ടതായിരുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ സർക്കാരിന് ഗൂഢോദ്ദേശമുണ്ടെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പഴയ ആലുവ മൂന്നാർ രാജപാത സംബന്ധിച്ച തർക്കങ്ങളും വസ്തുതകളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രനെ തിരുവനന്തപുരത്ത് നടന്ന ഉന്നതതല യോഗം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നടപടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. രാജപാത തുറക്കാനുള്ള സാധ്യത എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഈ നടപടിക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. രാജപാത എന്നൊരു റോഡ് ഇപ്പോഴില്ലെന്നും മുമ്പുണ്ടായിട്ടില്ലെന്നുമാണ് വനം വകുപ്പിന്റെ നിലപാട്. ഇക്കാര്യം വകുപ്പ് മന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിൽ വനം വകുപ്പിന്റെ നിലപാടിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ലെന്നാണ് റോഡിനു വേണ്ടി വാദിക്കുന്നവരുടെ സംശയം. റോഡിനെ കുറിച്ച് സത്യസന്ധമായ പഠനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നിലേറെ പേരടങ്ങുന്ന സമിതിയെ പഠനത്തിന് നിയോഗിക്കുകയും പൊതുമരാമത്ത് വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. റോഡിന് അനുകൂലമായ നിലപാടാണ് പൊതുമരാമത്ത് വകുപ്പ് മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വനം വകുപ്പിന് അനുകൂലമായ ഏകപക്ഷീയമായ റിപ്പോർട്ടിനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഡീൻ കുര്യാക്കോസ് MPയും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് സർക്കാർ ചെയ്യുന്നത്. പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കമുണ്ടെന്നും MP പറഞ്ഞു. സംസ്ഥാന പൊതുമരാമത്തിന്റെ അസറ്റിലുള്ള റോഡാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതിനിധി ആ ഇതിലില്ല. റവന്യൂ വകുപ്പിന്റെ പ്രതിനിധി ആ യോഗത്തിലില്ല. അപ്പോ റവന്യൂ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെയുള്ള ഒരു സമിതി ആയിരുന്നെങ്കിൽ കുറെ കൂടി റീസണബിൾ ആയത്. ഇതൊന്നുമില്ലാതെ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയെടുത്ത തീരുമാനം അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. കേസ് പിന്നെ വിളിച്ചു എന്നൊക്കെ ശരി, അതോടെ നിൽക്കും. പക്ഷെ ആലുവ മൂന്നാർ പഴയ രാജപാത യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യത്തിൽ ശക്തമായി അടിയുറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. തന്നെയുമല്ല, ഇപ്പോൾ ഈ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം അത് ദുരുദ്ദേശപരമാണ്. രാജപാത സമരവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞത് ശക്തമായ സാമൂഹ്യ സമ്മർദ്ദത്തിന്റെ ഫലമായാണ്. തങ്ങൾക്കെതിരായ കേസിനെ ഭയക്കുന്നില്ലെന്നും MP വ്യക്തമാക്കി. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, കേസെടുത്തു. ആ കേസെടുത്ത നടപടിക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. വലിയ തോതിലുള്ള ജനരോഷം ആ കാര്യത്തിൽ ആളിക്കത്തി. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ ഒരു നടപടിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ B. രാജീവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ശ്രീ AK ശശീന്ദ്രൻ മന്ത്രിയും ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കോതമംഗലം MLA ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു യോഗമായിരുന്നു അത് എന്ന് മാധ്യമങ്ങൾ വാർത്ത സ്ഥിരീകരിക്കുകയുണ്ടായി. ആ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കേസ് പിൻവലിക്കാൻ, പോലീസ് എടുത്ത കേസും വനംവകുപ്പ് എടുത്ത കേസും പിൻവലിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആ യോഗത്തിലൂടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. GTV ന്യൂസ്, കോതമംഗലം. ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിലെ പരിഹാര പ്രദക്ഷിണത്തിന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നേതൃത്വം നൽകി. യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം അനുസ്മരിച്ച് ഞായറാഴ്ച ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കും. 50 നോമ്പിനും ഇതോടെ സമാപനമാകും.
യേശുക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശുമരണം വരിച്ചു എന്നാണ് ക്രൈസ്തവ വിശ്വാസം. ദുഃഖവെള്ളി കുരിശുമരണത്തിന്റെ ഓർമ്മയാചരണമാണ്. കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ പരിഹാര പ്രദക്ഷിണം ഭക്തനിർഭരമായി. നൈരാശ്യമില്ല, പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിന്റെ നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനേക്കാൾ വലിയ ഭൃത്യമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ കോതമംഗലം ടൗൺ ചുറ്റിയുള്ള കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുകൊണ്ടു. ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശാവോലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാര നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന കുരിശുമരണത്തിന് ശേഷം 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയാചരണമാണ് ഈസ്റ്റർ. ഞായറാഴ്ചയാണ് ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. പള്ളികളിൽ പ്രത്യേക ചടങ്ങുകൾ ഉണ്ടായിരിക്കും. ഇതോടെ 50 നോമ്പിനും സമാപനമാകും. GTV ന്യൂസ്, കോതമംഗലം. കോതമംഗലത്തെ വിവിധ പള്ളികളിലെ ദുഃഖവെള്ളി ചടങ്ങുകളിൽ വിശ്വാസികൾ ഒന്നടങ്കം പങ്കുകൊണ്ടു. വെളിയൽച്ചാൽ സെന്റ് ജോസഫ് പള്ളിയിൽ കുരിശിന്റെ വഴിയുടെ ദൃശ്യാവിഷ്കാരം വേറിട്ടതായി. ചെങ്കര മാർ ഇഗ്നാത്യോസ് നൂറോനോ യാക്കോബായ പള്ളിയിലും പിണ്ടിമന സെന്റ് ജോൺസ് പള്ളിയിലും മാലിപ്പാറ സെന്റ് മേരീസ് പള്ളിയിലും ദുഃഖവെള്ളി ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കുകൊണ്ടു. വെളിയച്ചാൽ സെന്റ് ജോസഫ് പള്ളിയിലെ ദുഃഖവെള്ളിയാചരണം വിശ്വാസികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. കുരിശിന്റെ വഴിയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു പ്രധാന പ്രത്യേകത. പള്ളിയുടെ ഹാളിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസി സമൂഹം സാക്ഷികളായി. ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. ശൈത്യൻ കൊമ്പുകളും ജയ്വിളികളും. അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്തു. 14 സ്ഥലങ്ങളും ഇവിടെ ദൃശ്യവൽക്കരിക്കുകയായിരുന്നു. വികാരി ഫാദർ തോമസ് ജെ പറയിടം, അസിസ്റ്റന്റ് വികാരി ഫാദർ ദേവസി തയ്യിൽ, കൈക്കാരന്മാരായ ജോർജ് ഓലിയപ്പുറം, സോമി കോരത്ത്, ജോളി ഏനാനിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന് മുൻപിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചെമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം. ചെങ്കര മാർ ഇഗ്നാത്യോസ് നൂറോന യാക്കോബായ പള്ളിയിലെ ദുഃഖവെള്ളിയാചരണത്തിന് വികാരി ഫാദർ റിജോ കൊച്ചുകുന്നിൽ കാർമ്മികത്വം വഹിച്ചു. പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പിണ്ടിമന സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ ദുഃഖവെള്ളിയാചരണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കുകൊണ്ടു. വികാരി ഫാദർ ജോൺ കോമയിലും ഫാദർ കുര്യൻ പുതുക്കയിലും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു.
സെന്റ് മേരീസ് പള്ളിയിൽ ദുഃഖവെള്ളിയിലെ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോസ് കൂനാനിക്കൽ നേതൃത്വം നൽകി. പീഡാനുഭവ ചരിത്ര വായന, മലയക്കുരിശിലേക്കുള്ള കുരിശിന്റെ വഴി എന്നിവ ഉണ്ടായിരുന്നു. GTV ന്യൂസ് കോതമംഗലം. വേനൽ മഴ പെയ്തതോടെ കൊതുക് പെരുകാനുള്ള സാധ്യത വർദ്ധിച്ചു. റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെ കൊതുക് ഉൽപാദന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഡെങ്കിപ്പനിയും മറ്റ് കൊതുകുജന്യ രോഗങ്ങളും പടരാനുള്ള സാധ്യതയാണ് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ അനിവാര്യമാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത്തരം വെള്ളക്കെട്ടുകളിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകളാണ് പ്രധാന കൊതുകുൽപാദന കേന്ദ്രങ്ങൾ. ഈ ചിരട്ടകളിലെ വെള്ളത്തിൽ കൊതുക് വൻതോതിൽ പെരുകുന്നുണ്ട്. ചിരട്ടകൾ കമിഴ്ത്തി വെച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് പരിഹാരമാർഗം. പൈനാപ്പിൾ ചെടികളിലെ ഓലകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും കൊതുക് പെരുകുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. വീടുകളുടെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ടുള്ള ചിരട്ടകൾ, കുപ്പികൾ, പാത്രങ്ങൾ, പഴയ ടയറുകൾ എന്നിവയിലും വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകും. കൊതുക് വർദ്ധിക്കുന്നതോടെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുവാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും ഉറവിട നശീകരണം എന്ന ലക്ഷ്യത്തോടെ രംഗത്തിറങ്ങേണ്ടതുണ്ട്. ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും വേണമെന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. GTV ന്യൂസ് കോതമംഗലം. എറണാകുളം ജില്ലയിൽ CPMന്റെ സാരഥിയായി കോതമംഗലത്തു നിന്നുള്ളയാൾ എത്തുമോ എന്ന് ഞായറാഴ്ച അറിയാം. ജില്ലാ കമ്മിറ്റി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. സംസ്ഥാന കമ്മിറ്റി അംഗമായ S സതീഷിനെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നതെന്നാണ് വിവരം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ R അനിൽകുമാറും സാധ്യതാ പട്ടികയിലുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിർണായക ജില്ലാ കമ്മിറ്റി യോഗമാണ് ഞായറാഴ്ചത്തേത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ പങ്കെടുക്കും. CN മോഹനൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയതിനെ തുടർന്നാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. യുവ നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ S സതീഷാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രധാനി. കോതമംഗലം സ്വദേശിയായ അദ്ദേഹത്തിന് യുവ നേതാവ് എന്ന പരിഗണനയുണ്ട്. മന്ത്രി P രാജീവിന്റെ പിന്തുണയും അദ്ദേഹത്തിനാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. കോതമംഗലത്ത് നിന്ന് തന്നെയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാറിന്റെ പേരും പരിഗണനാ പട്ടികയിലുണ്ട്. കൊച്ചി മേയർ M അനിൽകുമാർ, CB ദേവദർശൻ തുടങ്ങി മറ്റു പേരുകളും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാവും ഇക്കാര്യത്തിൽ അവസാന വാക്ക്. സംസ്ഥാന തലത്തിൽ ധാരണയെത്തിയ പേര് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയ ശേഷം പ്രഖ്യാപിക്കും. GTV ന്യൂസ് കോതമംഗലം. ഇനിയൊരു ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. ജോഹാൻ ജ്വല്ലേഴ്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടുതൽ വിശാലമായ കളക്ഷനുകളോടെ മാറ്റത്തിന്റെ അലകൾ വീശിക്കൊണ്ട് പ്രീമിയം പ്ലാറ്റിനം വെഡിംഗ് റിംഗുകൾ, IGI സർട്ടിഫൈഡ് സോളിറ്റയർ നാച്ചുറൽ ഡയമണ്ട്സ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കളക്ഷനുകൾ, 22 കാരറ്റ് 916 സ്വർണ്ണത്തോടൊപ്പം 18 കാരറ്റ് 14 കാരറ്റ് ഗോൾഡ് ഓർണമെന്റ്സ്, 92.5 സിൽവറിലും പഞ്ചലോഹത്തിലും തീർത്ത എല്ലാ ആഭരണങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറിയായി ജോഹാൻ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. TDF സംഘടിപ്പിച്ചിട്ടുള്ള അതിജീവന യാത്രയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. KSRTCയിലെ ഹിതപരിശോധനയ്ക്ക് മുന്നോടിയായാണ് അതിജീവന യാത്ര നടത്തുന്നത്. ഈ മാസം 30-നാണ് KSRTCയിലെ ഹിതപരിശോധന. ഇതിന് മുന്നോടിയായി M വിൻസെന്റ് MLAയുടെ നേതൃത്വത്തിൽ TDF സംഘടിപ്പിച്ചിട്ടുള്ള അതിജീവന യാത്രയ്ക്ക് കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് സ്വീകരണം നൽകി. KPCC അംഗം AG ജോർജ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ കയറിയതിനു ശേഷം കേരളത്തിൽ ഒട്ടനവധി ദുരന്തങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ദുരന്തങ്ങളെല്ലാം തന്നെ അവർ പണങ്ങൾ സമ്പത്ത് അടിച്ചു മാറ്റുന്ന രീതിയിലേക്കുള്ളൊരു സംവിധാനമാണ് നോക്കിയത്. ഓഖി ദുരന്തം മുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോവിഡ് മുതൽ 2 പ്രളയം മുതൽ അവസാനം വയനാട് ദുരന്തം മുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ
ഈ കണക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം സ്വന്തം കീശ വീർപ്പിക്കാനും അഴിമതിയുടെ കൂത്തരംഗമായി മാറത്തക്ക രീതിയിലൊരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിലൊന്നും തൊഴിലാളികളായിരുന്നോ, അവരുടെ വിഷമങ്ങൾ എന്താണെന്നോ, അവരുടെ ആവശ്യങ്ങൾ എന്തെന്നോ മനസ്സിലാക്കാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങളോട്ട് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അന്തിമ കാലഘട്ടമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ മറ്റേ ഭാഗത്ത് നിൽക്കുന്ന CITUക്കാരുടെ ഭാഗത്ത് നിൽക്കുന്ന ആ തൊഴിലാളികൾ പോലും അവരുടെ നേതൃത്വത്തെ അവരുടെ ഭരണരംഗത്തെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം തന്നെ അവർക്ക് ആരെ എവിടെ സഹായിക്കുന്നോ ആ സഹായിക്കുന്ന കേന്ദ്രത്തിലേക്ക് ആൾക്കാർ പോകുന്നുള്ള കാര്യം സംശയമില്ല. SS സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. എൽദോസ് കുന്നപ്പിള്ളി, KC മാത്യൂസ്, AS എൽദോസ്, അനൂപ് ഇട്ടൻ, വിജയകുമാരി, ജോബി അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. കോതമംഗലം സെന്റ് ജോൺസ് ധ്യാന കേന്ദ്രം ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. 1200 കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് ലഭ്യമാക്കിയത്. കോതമംഗലം സെന്റ് ജോൺസ് ധ്യാന കേന്ദ്രം ഈസ്റ്ററിനോടനുബന്ധിച്ചാണ് 1200 കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് ഈ ഈസ്റ്റർ ദിനത്തിൽ ഭക്ഷണത്തിനോ മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ധ്യാന കേന്ദ്രം ഇന്നിവിടെ വന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും അരിയും മറ്റ് പലവ്യഞ്ജനങ്ങളും ഇവിടെ വിതരണം ചെയ്യുന്നത്. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഇവിടെ നിരവധിയായ പാവപ്പെട്ട രോഗികളായിട്ടുള്ള ആളുകൾ, അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് അവർക്ക് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. നിരവധി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ, അവരെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ 286ഓളം വിവാഹം പ്രായമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു. ഫാദർ മാത്യൂസ് കുഴിവേലിപ്പുറത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ഫാദർ തമ്പി മാറാടി, ജോണി തോളേലി, PV വർഗീസ്, സിസ്റ്റർ സൂസന്ന, ഗോഡ്ലി P ജോണി, MS ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. CPM തൃക്കാരിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MJ ജോസ് അനുസ്മരണം സംഘടിപ്പിച്ചു. CPMന്റെ ചിറളാട് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന MJ ജോസിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് തൃക്കാരിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ലോക്കൽ കമ്മിറ്റി അംഗം KG ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഏരിയ സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. സജീവൻ ശ്രീകൃഷ്ണപുരം, CPS ബാലൻ, KG ചന്ദ്രബോസ്, KP ജയകുമാർ, CE നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജന്മിമാരുടെ കൃഷിക്കളങ്ങളിൽ പാടത്തും പറമ്പിലും ചേളിലും ചെറിയിലും ഇങ്ങനെ പുതഞ്ഞ് പണിയെടുത്ത് പകലന്തിയോളം പണിയെടുക്കുമ്പോ ജന്മിയുടെ നെല്ല് കണ്ട തലകുനിച്ച് കാര്യസ്ഥനെ കണ്ട നടുവളച്ച് ഇങ്ങനെ നടുവളഞ്ഞ് പകലന്തിയോളം പണിയെടുത്ത് അവനവന്റെ കീറിയ തോർത്തുമുണ്ടിൽ മുന്നാടി പച്ചനെല്ല് കൂലി വാങ്ങി അവനവന്റെ ചാളയിലേക്ക് തിരിഞ്ഞു നടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് വറുത്തുകുത്തി കഞ്ഞി വെച്ചു കൊടുത്തൊരു കാലുണ്ട്. ആ കാലത്ത് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അവനവന്റെ വീട് എന്ന് പറയാൻ പറ്റില്ല, ഓല കൊണ്ട് കുത്തിമറച്ച ചാളയുടെ ഒരു മൂലയില് മണ്ടനുള്ളി പണയം വെച്ചതുപോലെ എല്ലും തോലും ചുക്കിച്ചുളിഞ്ഞ് നമ്മുടെ മുത്തച്ഛന്മാരിങ്ങനെ ഇരുന്നപ്പോ 1980 ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി ലോകത്തെ മാനവരാശി മലയാളിയുള്ള കാലം നാട്ടു നന്മയുടെ നറുചിരിയായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖമുണ്ട്. സഖാവ് EK നായനാരാണ് ഈ ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി 45 രൂപ കർഷക തൊഴിലാളിക്ക് പെൻഷൻ. ലോക്കൽ സെക്രട്ടറി S സുബിൻ സ്വാഗതവും KG സജീവ് കൃതജ്ഞതയും പറഞ്ഞു. സമ്മേളനത്തിനു മുമ്പ് പ്രകടനവും ഉണ്ടായിരുന്നു. GTV ന്യൂസ് കോതമംഗലം. ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു.
കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. ഇളമ്പ്ര ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് കമ്മിറ്റി മെമ്പർ സക്കീർ അധ്യക്ഷത വഹിച്ചു. ജസീൽ തോട്ടത്തിക്കുളം, CM നവാസ്, ആബിദ്, നിഷാദ്, പരീദ് പട്ടമാവുടി, ഖാലിദ് മൗലവി, മുഹമ്മദ് വട്ടക്കുടി, MU അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. NP ഷാജഹാൻ ക്ലാസ് എടുത്തു. 9 വർഷക്കാലം എല്ലാ വർഷവും ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പരിപാടികളിൽ നേതൃത്വം കൊടുക്കുന്നവരാണ് ഇവരെല്ലാം. പക്ഷേ എനിക്കൊന്ന് പ്രായം കവിഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാ വർഷവും സ്ഥിരമായി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരുന്നതാണ്. ഇവിടെ പ്രിയപ്പെട്ട നവാസിനെയും എൻ്റെ സുഹൃത്ത് ജസീലടക്കം കൃത്യമായ അതിൻ്റെ. GTV ന്യൂസ് കോതമംഗലം. തൃക്കാര്യൂർ കാരുവള്ളി ഇല്ലാത്തുകുടി കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. കാരുവള്ളിയിൽ ഇല്ലാത്തുകുടി കുടുംബയോഗത്തിന്റെ 19ാമത് വാർഷിക പൊതുയോഗം രക്ഷാധികാരി G രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് S പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ബാബു മാനിക്കാട്ട്, മനോഹർ ഇല്ലത്തുകുടി, ബിജു അഞ്ചേരിമഠം തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. കോട്ടപ്പടി കൽക്കുന്നേൽ മോർ ഗീവർഗീസ് സഹദ യാക്കോബായ പള്ളിയിൽ മോർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം 5-ന് വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടിയേറ്റും. തുടർന്ന് പ്രദക്ഷിണം. ബുധനാഴ്ച രാവിലെ 8-നുള്ള വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്നുള്ള പ്രദക്ഷിണത്തിന് ശേഷം പെരുന്നാളിന് കൊടിയിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കാനുള്ള സാധ്യത എന്നേക്കുമായി ഇല്ലാതാക്കാൻ നീക്കമെന്ന് ആരോപണം. രാജപാതയെക്കുറിച്ച് പഠിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ മാത്രം നിയോഗിച്ചത് സംശയാസ്പദം. PWD റവന്യൂ ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ട പഠനമാണ് വേണ്ടിയിരുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് MP. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഏകപക്ഷീയമാകും. സർക്കാരിന് ഗൂഢോദ്ദേശമാണ് ഉള്ളതെന്നും MP. ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. പള്ളികളിൽ കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകളിൽ വിശ്വാസികളുടെ നിറസാന്നിധ്യം. ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സ്മരണയിൽ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. വേനൽ മഴയ്ക്ക് പിന്നാലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരുന്നു. കൊതുക് ഉൽപാദന കേന്ദ്രങ്ങളായി റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്നതിന് കാരണമാകുമെന്ന് ആരോഗ്യ പ്രവർത്തകർ. ഉറവിട നശീകരണ പ്രവർത്തനം വ്യാപകമാക്കേണ്ടത് അനിവാര്യം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.